ഇന്ന് രാവിലെ 6:30 മുതൽ തുടങ്ങിയ മഴയിൽ ഉണ്ടായ വെള്ളക്കെട്ടാണ് നമ്മളീ കാണുന്നത്. കൊച്ചിയിലെ ദൃശ്യങ്ങളാണ്. ഇന്ന് രാവിലെ 6:30 മുതൽ കൊച്ചിയിൽ മഴ തുടങ്ങി. ശക്തമായ മഴ, ഇടവിട്ടായിരുന്നു മഴയെങ്കിലും 8:30യോടുകൂടി മഴ ശക്തമായി. ഇതിനു പിന്നാലെ കൊച്ചിയിലെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലായിരിക്കുകയാണ്. സാധാരണ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഇപ്പോൾ മഴ ശക്തമായ ഒരു സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. രാവിലെ 8:30 മുതൽ തുടങ്ങിയ മഴയിലാണ് ഇത്രയും വലിയ വെള്ളക്കെട്ട്. നഗരത്തിന്റെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായിട്ടുണ്ട്. തോപ്പിൽ, കളമശ്ശേരി ഭാഗങ്ങളിലടക്കം പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂർ കൂടി മധ്യകേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോട്ടയം ജില്ലയിലും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ്. ശക്തമായ കാറ്റും വീശുന്നതായാണ് റിപ്പോർട്ടുകളുള്ളത്. എന്തായാലും കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസിന് മുകളിലേക്ക് മരം വീണു. ഒരാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വെങ്ങൂരിൽ ഇന്നലെ വൈകുന്നേരം തോട്ടിൽ കുളിക്കാനിറങ്ങിയ ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സുകാരൻ മുങ്ങി മരിച്ചു. അത്തരം സംഭവങ്ങളും കൊച്ചിയിൽ നിന്ന് മഴയെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങൾ KSRTC ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കമുള്ള പരിപാടികൾ നടത്തുമ്പോഴും അത് ഫലപ്രദമാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട്. കാരണം ചെറിയൊരു മഴ പെയ്താൽ 1-2 മണിക്കൂർ നിൽക്കുന്ന മഴ പെയ്താൽ കൊച്ചി നഗരം ഇപ്പോഴും വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. കോട്ടയത്ത് പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണുള്ളത്. നിലവിൽ മഴക്കെടുതികളൊന്നും തന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി കോട്ടയം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കളമശ്ശേരിയിലടക്കം നിരവധി വീടുകളിൽ, കടകളിലുമൊക്കെ വെള്ളം കയറിയൊരു സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ വെള്ളക്കെട്ടിലടക്കം കോടതി കളക്ടറോടക്കം റിപ്പോർട്ട് തേടിയിരുന്നു. കളക്ടറോ മേയറോ വിചാരിച്ചാൽ മാത്രം ഒഴിവാക്കാൻ പറ്റുന്ന വെള്ളക്കെട്ടല്ല കൊച്ചിയിലേത്. അതിനെ കൃത്യമായ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടിയെടുത്ത് കൃത്യമായ ജോലികൾ ചെയ്ത് വെള്ളക്കെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്ന് കോടതി അടക്കം പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ മെട്രോ നഗരത്തിൽ ഒരു മഴ പെയ്താൽ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയാണ്. എന്തായാലും അതിന് കൃത്യമായ പരിഹാരം വേണമെന്നതാണ് സാധാരണക്കാരായ ജനങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. ഇപ്പോഴും ഒരു മഴ പെയ്താൽ നഗരം വെള്ളത്തിൽ തന്നെയാണ്. എന്തായാലും മഴയ്ക്ക് താൽക്കാലിക ശമനമുണ്ട്. ഈ മഴ മുൻ മണിക്കൂറുകളെ പോലെ തന്നെ തുടരുകയാണെങ്കിൽ ഇനിയും പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അധികമാകാനുള്ള സാധ്യതയാണുള്ളത്. ന്യൂസ് ടുഡേ വിഷൻ, കണ്ണൂർ.